നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് MG കോമറ്റ് എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ വാഹനമൊന്നുമല്ല, നമ്മളിപ്പോൾ മേടിച്ചിട്ട് 1 വർഷമായി. ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറാമാനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുകയോ. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഹലോ, ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. യെസ്. അപ്പോൾ വീഡിയോഗ്രാഫിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അപ്പോൾ ഈ വാഹനം ഞാൻ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച വാഹനമാണിത്. പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനും വരാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ അത്യാവശ്യം മാർക്കറ്റിൽ പോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഒരു ഹെവി ലോങ് ഡ്രൈവിനൊന്നും ശരിക്കും പറഞ്ഞാൽ പറ്റുന്ന വാഹനമല്ല ഇത്. പക്ഷേ നമുക്ക് സിറ്റി ഡ്രൈവ് അതുപോലെ എവിടെയെങ്കിലും കല്യാണ പാർട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനോ 1-2 പേരൊക്കെ പോകാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. കാരണം പാർക്കിങ്ങിന് ബെസ്റ്റാണ് ഇവൻ. ഒരു ഓട്ടോറിക്ഷ കയറ്റിയിടുന്ന സ്ഥലത്ത് ഇവനെ കയറ്റിയിടാം. അങ്ങനെയുള്ളൊരു ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കത് കണ്ടു കളയാം. വാ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സൈഡ് ഇതിൽ കാണുന്നത്. അധികം നീളയില്ലേ വണ്ടിക്ക്, കണ്ടില്ലേ, കുറച്ച് നീളേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് വേണ്ടിയിട്ട് വളച്ചെടുക്കാം. ഇത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, റെയിൻ ഗാർഡ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ബൈ ഡിഫാൾട്ടായിട്ട് അവർ വെച്ച് തന്നതാണ് ഇത് വാഹനം വാങ്ങിച്ചപ്പോൾ തന്നെ. പിന്നെ ടയർ ഇച്ചിരി ഒരു ചെറുതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. പക്ഷെ അതുകൊണ്ട് നമുക്ക് യാത്രയിലൊന്നും ഒരു അൺകംഫർട്ടബിൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഈ ഡോറ് അത്യാവശ്യം നല്ല ഹെവിയാണ്. നമ്മളിതിങ്ങനെ തുറന്നു കഴിയുമ്പോഴല്ലോ കണ്ടു, ഇതിന് ലെങ്ത് നല്ല കൂടുതലല്ല ഡോറിൻ്റെ. അപ്പോൾ തുറന്നു കഴിയാൻ നേരത്ത് കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ഒരു എൻട്രൻസ് അതിനകത്ത് കണ്ടില്ലേ. നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കയറിയിരിക്കാനും ഇറങ്ങാനും ഒക്കെ പറ്റും, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ നീക്കാം. അതുപോലെ തന്നെ പുറകിൽ കയറാനായിട്ടാണെങ്കിലും വളരെ ഈസിയാണ്. ഈ ഒരു ലിവറ് കണ്ടില്ലേ, മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. കണ്ടില്ലേ, പുറകിലാണെങ്കിൽ 2 പേർക്ക് ഇരിക്കാവുന്ന, കണ്ടില്ലേ, കുട്ടികൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കയറിയിരിക്കാം. അപ്പുറത്തേക്ക് മാറിയിരുന്നേ, കണ്ടോ എന്ത് സിമ്പിളായിട്ട്, നല്ല സ്പേസും ഉണ്ട്, ലെഗ് സ്പേസ്. സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞെ? ആണോ? അപ്പോൾ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് പുറകിൽ. ഇതിൻ്റെ ഫ്ലോറൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട്, കണ്ടില്ലേ. ഈ ഫ്ലോർ മാറ്റൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എനിക്കുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് തോന്നുന്നു, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഇറങ്ങുക നല്ല കേട്ടോ. ഈ പിന്നത്തെ ഒരു കാര്യമുള്ളത്, ഈ സീറ്റ് ബെൽറ്റ്, പുറകിൽ ആളിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ നമ്മളിങ്ങനെ ഇടണം ശരിയല്ല, ശരിക്കും അപ്പോൾ നിയമവിരുദ്ധമാണ്. ആളിരുന്നതിന് ശേഷം വേണം സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട്, അല്ലേ? ഇതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. യെസ്, ഇവിടെ തന്നെയൊക്കെ ആണെങ്കിലും നല്ല സീറ്റ് ബെൽറ്റ് ഒക്കെ ആണെങ്കിലും നല്ല സ്മൂത്താണ്. സീറ്റ് അവിടെ ഒരു ഹുക്ക് പോലത്തെ സാധനം ഉണ്ട്, അവിടെ ഇങ്ങനെ കയറ്റി വിടുന്നത്. കാരണം ഇതിനകത്ത് ഒരു ചെറിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ കുറച്ച് പുറകിലായത്, അത് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. കുഞ്ഞാവേ, എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം, നല്ലതാണോ? ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, കണ്ടില്ലേ, നല്ല ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ ആയിട്ട്. ഇവിടെ എനിക്കുള്ള സ്പീക്കറിൻ്റെ വെന്റിലേഷനൊക്കെ, ഇവിടെ സ്പീക്കറുണ്ട്, ഇവിടെ എന്തോ ഒരു ചെറിയ സംഭവം ഉണ്ട് സ്പീക്കറിൻ്റെ. ഇവിടെ നല്ല അടിപൊളി ഫിനിഷിങ്, ഒരു മൊബൈലിൽ ടച്ച് ചെയ്യുന്ന ഫീലിംഗ് ഒക്കെ ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുകളാണ്. ഡോറിന് നല്ല വീതിയുണ്ട്. ആണല്ലേ? പിന്നെ ഇവിടെ നല്ലോണം ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. യെസ്, ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ബോഡിയാണ് കേട്ടോ ഇതിൻ്റെ. അത് നമ്മളിപ്പോൾ ഈ ഡോറാണെങ്കിലും ഉണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല ഹെവി ആയിട്ടുള്ള സാധനം ഡോറ്. ഇവിടെ ഉണ്ട് ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ഇവിടെ ഉണ്ട്. പുറകിലത്തെ ലൈറ്റൊക്കെ കണ്ടില്ലേ, ഇത് പുറകിൽ മൊത്തം ഇതുപോലെ ഗ്ലാസിൻ്റെ ഫീലിംഗ് നമുക്ക് തോന്നും. ഇനി ഏറ്റവും വരെ ഇവിടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ റിയർ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ നല്ല ഭംഗിയുള്ള റിയർ ലൈറ്റ്, എന്താ പാർക്കിംഗ് സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് കാണാനായിട്ടും. ക്യാമറ ഉണ്ട്, അതായത് ഇവിടെ നമുക്ക് ക്യാമറയുണ്ട്, MGയുടെ ബാഡ്ജിങ് ഉണ്ട്, കോമറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ. EV ഇലക്ട്രിക് വെഹിക്കിൾ, EV എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ കേട്ടോ.
പിന്നെ അതുപോലെ തന്നെയല്ല ബോഡിയൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നാറില്ല നല്ല സ്ട്രോങ് ബോഡി തന്നെയാണ്. ഇത് നമുക്കിനി പുറകോട്ടാക്കണം. അതിനുവേണ്ടി ഇപ്പം ഇങ്ങനെയാണ്. യെസ്, നമുക്ക് ഇവരെ പുറകിലോട്ടാക്കാം. ഇനി നമുക്ക് ഗിയറിൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഗിയർ. ഇത് ഇങ്ങോട്ട് ഇരിക്കുന്ന ഡ്രൈവർ, ന്യൂട്രൽ, റിവേഴ്സ് കണ്ടില്ലേ. ഇത് നമ്മുടെ സൈഡ് പിന്നെ ഗ്ലാസ് പൊക്കാനും താത്താനുമായിട്ടുള്ള. ഇത് നമ്മുടെ പാർക്കിംഗ്. യെസ്, ഈ ഇവിടെ ചെറിയൊരു ഡോർ പോക്കറ്റ് പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് മൊബൈൽ ഒന്നും വെക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇത് ഉണ്ടല്ലേ. ഇവിടെ AC യുടെ ഇതുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് വെന്റിലേഷൻ ഓൺ ഓഫ് ചെയ്യാനായിട്ട് എല്ലാ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. EV അതിൻ്റെ സ്പോർട്സ് മോഡ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് AC യുടെ വെന്റിലേഷൻസ് നല്ല കൂളിംഗ് ആട്ടോ, അടിപൊളി കൂളിംഗാണ്. ഇതിൻ്റെ മുകളിൽ അലുമിനിയം ടൈപ്പ് ഓഫ് ഫിനിഷിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഇതൊക്കെ ഉണ്ട്. നമുക്ക് മനസ്സിലായി ചില്ലറ പൈസ ഒക്കെ ഇടാം. ആണോ? പിന്നെ ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വെച്ചതാണിത്. റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ സെൻട്രലല്ല വരുന്നത്, ഈ സൈഡിലാണ് വരുന്നത്. കാരണം ഇതിന് അധികം വീതിയില്ല, കണ്ടില്ലേ, കാരണം അധികം വീതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂലയിലാണ് വെച്ചിരിക്കണേ. പിന്നെ ഈ ഏരിയ ഉണ്ടോ, ഓപ്പണായിട്ട് കിടക്കുക, കണ്ടില്ലേ, അടിപൊളി സീറ്റും. ഇരിക്കണ്ടേ, ഇതാ നേരെ തന്നെ ഇരിക്കാം. നമ്മള് നേരെ ഇരുന്ന് യെസ് സ്റ്റഡി ആയിട്ടിരിക്കുക അല്ലേ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലേ. ഇയാളെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സ്പേസ് ആണല്ലേ. ലെഗ് റൂം ഭയങ്കര. നമ്മൾ പുറത്തുനിന്ന് കാണാൻ നേരത്തെ ഈ കാറ് ചെറുതാണ്, കുട്ടിക്കാറാണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നല്ല സ്പേസ്. ഇതിൻ്റെ A to Z ഏരിയ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ. ഇനി നമുക്ക് അപ്പുറത്തെ സൈറ്റിൽ പോയിട്ടുണ്ടല്ലോ, ഡ്രൈവർ സൈഡ് കാണിച്ചു കൊടുക്കാം. ഡ്രൈവർ സൈഡ് കാണാം. നമുക്ക് 2 വൈപ്പർ ഉണ്ട് കേട്ടോ. ഇതിന് 2 വൈപ്പർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്. യെസ്, ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ എഴുതിയിട്ടുണ്ട്. ഇല്ലേ, ഇവിടെ അതുപോലെ തന്നെ വിശാലമായ സ്പേസ് ഉണ്ട്. കയറിയിരിക്കാനും പിടിക്കാൻ. അതെ, ഡ്രൈവർ സീറ്റേ കയറാൻ പറ്റത്തില്ല. ഇറങ്ങി അത് 18 വയസ്സ് കഴിയുമ്പോൾ കേട്ടോ. സൈഡിൽ നിന്നാൽ മതി. അപ്പുറത്തെ സീറ്റിലൊക്കെ കയറിയിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇതേ ആക്സിലേറ്റർ, ബ്രേക്ക് 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഗിയറിൻ്റെ വേറെ ക്ലച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു സാധനമുണ്ട് കണ്ടില്ലേ, മറ്റേ 12 വോൾട്ട് യെസ് ചാർജിങ് സോക്കറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല സീറ്റാണ് കേട്ടോ. നല്ല ഫാബ്രിക് സീറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിവിടെ കണ്ടോ, ഇവിടുന്നാണ് മുമ്പേ കൊച്ചു പറഞ്ഞ കൂട്ട് ഇങ്ങനെ ഇടുന്നല്ലേ. അപ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ സീറ്റ് ബെൽറ്റ്, അത്രേ ഉള്ളൂ. ഈ സീറ്റ് നമുക്ക് മറിക്കാം. ഈ സീറ്റ് മറിക്കാൻ മേലെ കേട്ടോ. യെസ്, ഇത് മറിച്ച് ഇതിലെമ്പഴിയും കയറാം. ഇത് നമുക്ക് ഇതിലെമ്പഴിയും വലിച്ചിട്ട് ഇത് മുമ്പോട്ടാക്കാം. അത് മുമ്പോട്ടാക്കട്ടെ. ഈ സീറ്റ് നമുക്ക് ഉണ്ടല്ലേ, ഇതിലെമ്പഴിയും നമുക്ക് ആൾക്കാർക്ക് കയറാം. ഇതിലെമ്പഴിയും കയറാം, അപ്പുറം വഴിയും കയറാം. ഡ്രൈവർ സീറ്റ് വഴിയും കയറണമെങ്കിൽ കയറാം. സുഖമായിട്ടിരിക്കുക അല്ലേ, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കണേ, അവിടെ തന്നെ ഇരുന്നു. നല്ല, അതായത് നമുക്ക് ഹെഡ് റൂമൊക്കെ സൂപ്പർ ഹെഡ് റൂം ആയതിൻ്റെ നല്ല ഹൈറ്റ്. അച്ഛൻ ഒന്ന് കയറി ഇരുന്ന് കാണിക്കട്ടെ. മറിക്ക് ക്യാമറ പിടിച്ചോ. അച്ഛൻ ഇത് തിരിക്കട്ടെ, സീറ്റ് ശരിയാക്കട്ടെ. അതെ, നമുക്ക് വിശാലമായിട്ട് ഓടി ഇതിനകത്തേക്ക് കയറാം. കണ്ടില്ലേ, കണ്ടാ. ഈ സൈഡ് നോക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് അകത്ത്. യെസ്. പിന്നെ ഇനി അടുത്ത് പറയേണ്ടത് നമ്മുടെ അടുത്ത സ്റ്റിയറിങ് നല്ല സൂപ്പർ സ്റ്റിയറിങ് ആട്ടോ, അടിപൊളി സ്റ്റിയറിങ്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാ. MG എഴുതിയിട്ടുണ്ട് അല്ലേ, MGയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ സ്വിച്ച് പോലെയൊക്കെ തോന്നും, കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവ. ഇതെന്താണെന്ന് അച്ഛക്ക് മനസ്സിലായില്ല. ഇവിടെ ഇത് ഡെമ്മി സ്വിച്ചായത്. ഇതെന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ആയത്, പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഡിസൈൻ മാത്രമേ ഉള്ളത്. പ്ലസ് കൂട്ടാൻ. ഇത് നെക്സ്റ്റ് ചാനൽ അങ്ങോട്ട് ഇങ്ങോട്ട് മറ്റേ ഇത് ഫോൺ എടുക്കുക. യെസ്. ഇതിന്റെ താക്കോല്, ഇലക്ട്രിക്കൽ താക്കോല് ഞാൻ കാണിച്ചു തരാം ആദ്യം. ഇതാണ് ഇതിന്റെ താക്കോല്. ഉണ്ടോ? എവിടെ? ഇല്ല.
ആ ചെറുതായിട്ട് ഇവിടെ അല്ലേ, ഇത് ഇവിടെ ഇല്ല. ഇവിടെ ഡിസ്പ്ലേ ഉണ്ടോ? അയ്യോ സൗണ്ട് കൊടുക്കട്ടെ. ഇത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ സൗണ്ട് 10 വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത സർവീസിലൂടെ നമുക്കത് ഓഫ് ചെയ്യാം. അതുകൊണ്ട് നല്ല കാറ്റല്ലേ എ സിയുടെ, നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. ഇത് കുറയ്ക്കാം, കണ്ടോ കാറ്റ് കുറയ്ക്കാൻ. ഇതിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്, തെർമോസ്റ്റാറ്റ്. ഇവിടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചില്ലറൊക്കെ ഇടാനുള്ള ഒരു കുഴിയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? നമുക്ക് പൈസ ഒക്കെ ഇട്ട് വയ്ക്കാം. ഇതിലും വഴി നമുക്ക് എ സിയുടെ വെന്റിലേഷൻ ഉണ്ട്. യെസ്. പിന്നെ അതേണ്ട ഈ മീറ്റർ കൺസോളുകളൊക്കെ അതേണ്ട ഇത് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് മറ്റേ മിറർ, ഈ സൈഡ് മിറർ ഉണ്ടല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ? ഞാൻ അത് ഇതിൽ തിരിച്ചാൽ മതി. ഇപ്പം റൈറ്റിൽ ഞാനൊന്നിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് റൈറ്റിൽ മിററാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ, തിരിച്ച് കാണിക്കട്ടെ. കണ്ടോ ഇത് തിരിയണുണ്ടോ തന്നെ? ഡോർ തുറയണല്ല ഇത്, നമ്മളിങ്ങനെ ഈ സ്വിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുമ്പോൾ ഇത് മുകളിലേക്കും താഴത്തേക്കും ഒക്കെ ആകുന്നുണ്ടോ? നോക്കാൻ പറ്റും അല്ലേ? ഇതുണ്ട്. ഇത് ഇപ്പൊ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ അനങ്ങണമെന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടോ ഇതിങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, മുകളിലേക്കും താഴത്തേക്കും ഒക്കെ ഉള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ബീം മുകളിലേക്കും താഴത്തേക്കും ഒക്കെ കാണണ്ടല്ലേ, ഇത് തിരിക്കുകയൊക്കെ ചെയ്യണ്ടല്ലേ. ഇപ്പൊ 0 ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് തന്നെ ഇരിക്കും ബീം. അത് ബീം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ മുകളിലേക്ക് താഴത്തേക്ക് വെക്കാം. മുകളിലേക്ക് താഴത്തേക്ക് വെക്കണ്ടേ. ഇത് ചെറുതാണെന്നും വിചാരിക്കണ്ട, പക്ഷെ നല്ല കൂളിംഗ് ആണ് അതുകൊണ്ട് തന്നെ അല്ലേ? പിന്നെ ഇത് നമ്മുടെ വൈപ്പറിന്റെ ഒക്കെയാണ്. ഡോറ് തുറന്നപ്പോ തന്നെ ഉണ്ടല്ലോ, 2 ഡോറും തുറന്നു. ആ ഡോറിങ് അടച്ചു കൂട്ടാ, ആ ഡോർ അടച്ച്. യെസ്, കണ്ടോ ഒരെണ്ണം കട്ടായി, ഒരു റെഡ് കട്ടായി. നമ്മൾ ഈ ഡോർ കൂടെ അടയ്ക്കണേ, കണ്ടോ അതും കട്ടായി. സൂപ്പറായി അല്ലേ? പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് അല്ലേ, ലൈറ്റ്, നല്ല ലൈറ്റാണ്, നല്ല സ്വിച്ചൊക്കെയാണ്. 2 പോയിന്റ് ഉണ്ട്, ഒന്ന് ഡോറിലും അല്ലെങ്കിൽ ഫുൾ ഓഫ്. ഇവിടെ നമുക്ക് ഡബിൾ ഇൻഡിക്കേഷൻ അതില്ല വണ്ടിക്ക്, അത് ചുമ്മാ അത് സ്ക്രൂ അടൗട്ടാ, സീലിങ്ങിൽ വെച്ചേക്കുന്ന സ്ക്രൂ ആകും കേട്ടോ. പിന്നെ ഈ റിയർ വ്യൂ മിററൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിൻഷീൽഡ് അല്ലേ, അല്ല വിൻഷീൽഡ് അല്ലല്ലോ ഇത്, സൺ പ്രൊട്ടക്ഷൻ. യെസ്, സൺ, നമ്മുടെ കണ്ണിലേക്ക് വെയിലടിക്കാതിരിക്കാൻ ടെക്നിക്കൽ നെയിം മറന്നുപോയി, സോറി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ MG കോമറ്റ് എന്ന് പറഞ്ഞ വാഹനം. നല്ല സുഖമുണ്ട് ഇതിനകത്തിരിക്കാൻ, നല്ല സ്പേസ് ചെയ്യാണ്ടോ. വൈപ്പർ നമുക്ക് കിട്ടില്ല, വൈപ്പർ. യെസ്, വൈപ്പർ ഇത് വർക്കിനുണ്ടോ? ഇവിടെ വഴി കൂടുതലുള്ള അത് വൈപ്പറിന്റെ പോയിന്റ് ശരിയാക്കി വെച്ചിട്ടില്ല ഇതുവരെ. വെള്ളം വരുന്നുണ്ട് അത്യാവശ്യം നല്ലോണം. പിന്നെ ഇത് റിയർ വൈപ്പറുണ്ട്, റിയർ വൈപ്പർ ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ വൈപ്പറുള്ളൂ. ഇതിലാണ് അതിൻ്റെ സംഭവം. ഇതിങ്ങനെ പൊക്കാൻ നേരത്ത് വെള്ളം ചീറ്റി വാഷ് ചെയ്യും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇതിങ്ങനെ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആകും. പിന്നെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, മറ്റു കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല, ഇത് ഓടിക്കാൻ ഭയങ്കര ലൈറ്റാണ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം. വളരെ ലൈറ്റാണ് ഇത് ഓടിക്കാൻ. അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇതെന്തോ വെന്റിലേഷനാടാ, ഇതെന്തോ വെന്റിലേഷനാണ് ഇത്. 2 സൈഡിലും ഉണ്ട്. അധികം ദൂരമൊന്നുമില്ല, വീതിയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, തൊട്ടടുത്ത് ഇപ്പുറത്ത് ഇങ്ങനെ നമുക്ക് കൈയെത്തും, കണ്ടില്ലേ? സിമ്പിളായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും കൈയെത്തും. വളരെ വീതി കുറവാണ്. അകത്തൊക്കെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര രസമാണല്ലേ, നല്ല സൂപ്പർ ഫിനിഷിങ് കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ്. ഡോറിന് നല്ല വീതിയുണ്ട്, അത് ഞാൻ എടുത്തു പറയുകയാണ്. ഡോറിന് നല്ല വീതിയുണ്ട്, അതിന് നല്ല കട്ടിയാണ്, ഡോറിന് നല്ല ബലമുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചതേ, ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം സാധാരണഗതിയിലൊക്കെ ഇവിടെ തീരും ഡോറിൻ്റെ മറ്റേ എന്താ പറയണേ, ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കണം കണ്ടില്ലേ. കാരണം പുറകിലേക്ക് കയറാൻ, ആൾക്കാർക്ക് കയറാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടത് കണ്ടില്ലേ, ഇതിങ്ങനെ തുറക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ഡോറിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട് കണ്ടില്ലേ. ബലം പിടിച്ച് പുള്ളിക്കാരത്തുള്ളേ. അത്യാവശ്യം നല്ല ഹെവി ഡോറാ, നല്ല സേഫ്റ്റി ആയി വണ്ടിക്ക്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കർണാടകത്തിലൊരു വലിയൊരു മരം മറിഞ്ഞ് ഇതുപോലെ ഒരു വണ്ടിയുടെ പുറത്തേക്ക് വീണു. ഭയങ്കര മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മരം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല വണ്ടിക്ക്. ഇത് തുറക്കാം, നമുക്ക് ഇത് തുറക്കണം എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിന് തുറക്കണ സ്വിച്ച് ഇവിടെയുണ്ട് അതിൻ്റെ സ്വിച്ച്. അതെ, ഇവിടെയുണ്ട് സ്വിച്ച്. തുറന്നു.
ഇതിനകത്ത് നമുക്ക് വൈപ്പറിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കാണിച്ച് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കാം. പിന്നെ ഇതിനകത്ത് ഇത് സ്റ്റിയറിങ്ങിൻ്റെ കൂളൻ്റാണിത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് പിന്നെ വേണ്ടത് ഇവിടെ ഹോണുകളും കാര്യങ്ങളും അതിൻ്റെ ഹോണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ സ്പ്രേയുടെ മറ്റേ ഇതിൻ്റെ ഗ്ലാസ് സ്പ്രേ വാഷ് ചെയ്യണതിൻ്റെയൊക്കെ കണ്ടില്ലേ. ഇതിങ്ങനെ പൊക്കി വെക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പൊക്കിടാം കണ്ടോ. ഇവിടെ അങ്ങനെ പൊക്കി വെക്കാം കണ്ടില്ലേ. കൊള്ളാം. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഹാലജൻ ഹെഡ്ലൈറ്റ് കേട്ടോ. ഹാലജൻ്റെ ഹെഡ്ലൈറ്റുകളാണ്. ഇതിലും വഴിയാണ് നമ്മളിത് തുറക്കണേ. ചാർജിങ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കൂടി എടുത്തു പറയാനുണ്ട്. അതായത് ഇതിന് 250 കിലോമീറ്ററാണ് ഒരു ഫുൾ ചാർജിങ്ങിൽ കമ്പനി പറയണം. പക്ഷേ വെയിറ്റ് പക്ഷെ പ്രാക്ടിക്കലി കിട്ടുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10% ചാർജ് ഉണ്ടെങ്കിൽ 20 കിലോമീറ്റർ ഓടാം. അതായത് 1% പറയട്ടെ 1% ചാർജിനകത്ത് നമുക്ക് 2 കിലോമീറ്റർ ഓടാം. 100% ഉണ്ടെങ്കിൽ 200 കിലോമീറ്റർ ഓടാം. പക്ഷേ 250 ഒന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ കമ്പനി അഭിപ്രായപ്പെടുന്നത് ചിലപ്പം ഈ ഹൈവേകളിലൊക്കെ ആയിരിക്കും. അതുപോലെയുള്ള ഇത് നമ്മൾ ഈ ലോക്കൽ ഇതൊക്കെ ഓടാൻ നേരത്ത് ഇതാണ് ശരിക്കും പ്രാക്ടിക്കലി കിട്ടുന്നത്. ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. ബാറ്ററി നല്ല ബാറ്ററിയാണ്. ചില ബാറ്ററികളൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചാർജ് ചെയ്ത് ഓടി കഴിയാൻ നേരത്ത് ഇതിൻ്റെ എഫിഷ്യൻസി കുറയാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതിന് 15 വർഷത്തെ വാറണ്ടിയാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബാറ്ററി മാറിപ്പോണെങ്കിൽ ഫ്രീ ആയിട്ട് അവർ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്. നല്ല ടാറ്റയുടെ ബാറ്ററിയാണ് മറ്റേ ഇതിനകത്തിരിക്കുന്നത് കണ്ടില്ലേ. സൈഡിൻ്റെ വ്യൂ ഒക്കെ നോക്കിയാൽ നല്ല രസമുണ്ട്. ഇത് ഭംഗിയുള്ളൊരു കാറായത്. നമുക്ക് വീട്ടിൽ നമ്മളൊരു ചെറിയ ട്രിപ്പിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് വണ്ടിയായത്. പെട്രോളും വലിയ ഫോർ എക്സാമ്പിൾ അധികം എക്സ്പെൻസീവ് ഇല്ല. പെട്രോളൊന്നും വേണ്ട. ചാർജിങ് ആണെങ്കിലും കുറച്ച് ചാർജ് മതി. പെട്രോളിന്റെ പേര് പോലും പറയരുത്. ഈ ഒരു വിൻഡോ ആണെങ്കിൽ നല്ല വിൻഡോ ആണോ, വലിയ വിൻഡോ. മോളിനകത്ത് കയറുന്നിട്ട് ഈ വിൻഡോ കൂടി നോക്കാവോ. നമുക്ക് തന്നെ തുറക്കാൻ അറിയാവോ? തന്നെ തുറന്നല്ല. ഈ വിൻഡോ കൂടെ നോക്കിയേ. യെസ് യെസ്. ഇവിടെ തന്നെ മോറീസ് ഗ്യാരേജ് MGയുടെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട് കണ്ടോ. ഇവിടെ നീ കുറച്ചു നേരം തിരിക്കും, ഞാൻ കുറച്ചൊരു വീഡിയോ എടുക്കട്ടെ. നമുക്ക് ഇനി അടച്ചു കളയാം. അടഞ്ഞില്ലല്ലോടാ. യെസ്. പറ്റും അല്ലേ. ബാക്കിൽ തുറക്കാൻ പറ്റുമെന്ന്, അകത്തുനിന്ന് തുറക്കാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടും വളരെ നല്ലൊരു വാഹനമാണ് MG കോമറ്റ്. ഇവിടെ നമുക്ക് മോറിസ് ഗ്യാരേജ് എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ കൂട്ടാ. താഴെ വരെ കാണാം. പിന്നെ ഇതിന്റെ ബാക്കിലത്തെ വീലാണ് ഡ്രൈവ്. സാധാരണ ഇത്ര ചെറിയ കാറൊക്കെ ഫ്രണ്ടിലെ വീലല്ലേ കറങ്ങുന്നത്, പവർ വരുന്നത് ഫ്രണ്ടിൽ. പക്ഷെ ഇതിന്റെ ബാക്കിലത്തെ വീലിന്റെ പവർ. ഇതിന് ഒരു ഡിഫറൻഷ്യലൊക്കെ ഉണ്ട്. ഞാൻ അടിയിൽ നിന്ന് കാണിച്ചു തരാവേ. കണ്ടില്ലേ, കാണാവോ? യെസ്. ചില വണ്ടികൾക്ക് കണ്ടില്ലേ ഡിഫറൻഷ്യൽ ഹൗസിംഗ് എന്ന് പറയും അല്ലേ. അതൊക്കെ എൻ്റെ പറയുന്നുണ്ട്. സസ്പെൻഷൻ അടിപൊളി സസ്പെൻഷനാണ്. വളരെ നല്ലൊരു സസ്പെൻഷനാണ്. മോളെ നമുക്കുണ്ടല്ലോ ഈ വണ്ടിയെ ഗ്രൗണ്ടിൽ കൂടി ഒന്ന് ഓടിക്കാം. ഓടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഓടിച്ചൊരു ദിവസം ഞങ്ങളെ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്നാ ഇപ്പൊ ഒന്ന് ഓടിച്ചു നോക്കിയാലോ. മോള് ക്യാമറ പിടിക്കുമോ? എന്നാ മോള് ക്യാമറ കൊണ്ട് അങ്ങ് പോയി നിന്നോ. പക്ഷെ വണ്ടി എടുത്തോണ്ട് വരാം. ഓക്കെ ഓക്കെ, വണ്ടി എടുത്തോണ്ട് വരാവേ. വന്നോ
മോൾ അവിടെ തന്നെ നിന്നു. ആ പക്ഷെ വണ്ടി തിരിക്കാം. ഓക്കെ. ഹലോ അച്ഛങ്ങനെ വട്ടം കറക്കാം. മോൾ അവിടെ തന്നെ നിന്നു. കണ്ടില്ലേ, വളരെ ചെറിയ സ്ഥലത്തിട്ട് നമുക്കിത് വട്ടം കറക്കി എടുക്കാം. കണ്ടോ, ഇത് നമുക്ക് പതിയെ ഇങ്ങനെ കറക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. ഇതുണ്ടല്ലേ, അത് മറന്നുപോയി. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ശകലം സ്പേസേ ഉള്ളൂ. മറിച്ചില്ല അല്ലേ? ആ യെസ്, ഇപ്പൊ വലിയ സ്പേസ് ആയി. ഇവിടെ നമുക്ക് ഒരു ചാക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിന്റെ പുറത്ത് കയറ്റി വെക്കാം. നല്ല സ്ട്രോങ് ആയത് ഇടാം അല്ലേ? അപ്പൊ വലിയൊരു ഇതാണ് ഉണ്ടല്ലേ. അല്ല, വർക്ക് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര സൂപ്പർ ആട്ടോ. അത് ചെയ്യേണ്ടത് നമ്മളിത് ബിൽഡ് ക്വാളിറ്റി നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. തിരിച്ചു വെച്ചോ? അടക്കട്ടെ? ഇങ്ങനെ പിടിച്ച് ക്യാമറ മാറ്റി പിടിച്ച് അടച്ച് കാണിച്ചു കൊടുക്കാം. വേണ്ടത് ഇങ്ങനെ സിമ്പിളായിട്ട്. ഓക്കെ, മോള് ബാക്കി അറിയാതെ കഴിക്കുക. മോളെ കൂടി കയറ്റി വെച്ച് ഓടിക്കാം നമുക്ക്. ഓക്കെ, കം ഇൻസൈഡ്. യെസ്, ഇതാണ് ഇതിന്റെ ഡ്രൈവ്. ഇതാണ് നമ്മൾ ന്യൂട്രലാക്കി വാലടച്ചിട്ട് ബെൽറ്റ് ഇടാൻ അറിയാവോ? കേട്ടോ, ബെൽറ്റ് ഇടണം. ബെൽറ്റ് വെച്ച് പുറകെ ഇങ്ങനെ വലിച്ചെടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. നമുക്ക് ഇവിടെ കുത്തുക. ഓക്കെ, പറയണില്ലല്ലേ? ഓഹോ, ഇതിങ്ങനെ ഉണ്ട്. ഡ്രൈവിലിട്ടു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഇത് ഓടിത്തുടങ്ങും. നമുക്കിങ്ങനെ വട്ടത്തിൽ കാർ നമുക്കിനി റോഡിലേക്ക് ഒന്ന് ഇങ്ങനെ പിടിച്ച ക്യാമറ അച്ഛനെ കാണത്തക്ക രീതി. യെസ്, കണ്ട ഏത്? യെസ്, യെസ്. ഇത് നമുക്ക് ഗേറ്റ് തുറന്ന് പുറത്തുകൂടി ഒന്ന് ഓടിക്കാം. നമുക്ക് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. അതാണ് ഇതിനകത്ത് മെയിൻ. അപ്പൊ അതെ, എല്ലാം നടക്കാനിറങ്ങിയതാണോ? യെസ്. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് ഓടിച്ചു നോക്കാം. ക്യാമറ പൊക്കി പിടിക്കും, ഇങ്ങനെ അടുപ്പിച്ച് ഓടിക്കും. അപ്പം എല്ലാ ആൾക്കാർ കാണാൻ പറ്റുള്ളൂ. യെസ്, കണ്ടില്ലേ? ഈ ചെറിയ ഗ്രൗണ്ടിൽ കൂടിയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ചെറിയ റോഡുകളിൽ കൂടിയൊക്കെ. അമ്മൂമ്മോട് പെട്ടോ. അമ്മൂമ്മ അത് അമ്മക്ക് കൊടുക്കണം കേട്ടോ. അമ്മൂമ്മ ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുത്തേക്കണം കേട്ടോ. ഹലോ, ഇങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങോട്ട് അച്ഛനെ കാണിത്. യെസ്, വളം എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് ആയത്. നമുക്ക് താഴെ നല്ലൊരു ഇറക്കാണ്. ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഇറക്കാം. നോക്കി, നല്ല ഹെവി ആയിട്ടുള്ളൊരു ഇറക്കാണ്. നമുക്ക് ഫോൺ അടിക്കണത് ഇത് നമുക്കുണ്ടല്ലോ, മറ്റേ ക്യാമറയിൽ കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു ഹില്ലാണ് ഇത് ശരിക്കും. ഇത് അത് കഴിഞ്ഞാൽ അടുത്ത മലയാണ് അത് അപ്പുറത്ത് കാണുന്നത്. ഇതൊരു വലിയ മലയുണ്ടോ, അത് അതിന് അത്രയും തന്നെ ഒരു വലിയ മലയാണ്. ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്ന മലയും കണ്ടില്ലേ, ഇതൊരു വലിയ ഹില്ലാണ്. ഇത് മറ്റേ പൈനാപ്പിൾ കൃഷിയാണ്. പൂന്തോട്ടമല്ല, പൈനാപ്പിൾ കൃഷി. പൂന്തോട്ടം എന്നാണ് പറയുന്നത് പൈനാപ്പിൾ കൃഷിക്ക്. കണ്ടില്ലേ, അവിടെ നിന്നൊരു ബൈക്ക് വരുന്നുണ്ട്. നമുക്ക് പതിയോടെ ഒതുക്കി കൊടുക്കാം. നമ്മളെല്ലാ ചെറിയ വാഹനങ്ങളാണെങ്കിലും വലിയ വാഹനങ്ങളെല്ലാം അവരെയൊക്കെ ബഹുമാനിക്കണം. യെസ്, പിടിച്ചോ. ഓക്കെ, താഴെ തറയി നമുക്ക് തിരിച്ചിനി ഈ വണ്ടിയെ തിരിച്ചാ കയറ്റം കയറുമെന്നാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇവിടെ ഇട്ട് ഈ വണ്ടി വളയ്ക്കാം.
വലിയ JCB ഒക്കെ വന്നാ പിന്നെ ആണെങ്കിൽ ഇവിടുന്ന് വളച്ച് നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പറ്റും. നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. വന്ന് ഉടനെ കഴിഞ്ഞ അതെ, ഇത് നമുക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ച് ഉണ്ടല്ലേ, നമ്മൾ ആ വഴിക്ക് തിരിച്ചു വരണത്. ഈ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയെന്ന് നോക്കി ഉണ്ടല്ലേ, എന്ത് രസം നോക്കി. ഇത് പൈനാപ്പിൾ തോട്ടാണ്. അവരിപ്പോൾ എനിക്കൊന്ന് വിളവെടുപ്പുള്ള സമയമായിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ. പക്ഷെ നമുക്ക് ഇതങ്ങോരുണ്ട്. പൈനാപ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയെടുക്കാൻ പറ്റുന്നില്ല, അവരെ പിടിച്ചിട്ട് പോകും. അതുകൊണ്ട് ഈ കയറ്റം കണ്ടോ, ഭയങ്കര കയറ്റാണ്. ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കയറ്റാണ്. ഇത് കഴിയാൻ നേരത്തുള്ള ലെഫ്റ്റിലേക്കുള്ള വളവും ഭയങ്കര വലിയ വളവാണ്. പക്ഷെ മോശം റോഡിലേക്ക് പോകരുത്. പക്ഷെ നമ്മുടെ വീട്ടിൽ കണ്ടോ എത്തത്തില്ല. ഈ വലിയ കണ്ടോ, ഭയങ്കര വലിയ വഴിയിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. നല്ല കണ്ടോ, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ വണ്ടി സുഖമായിട്ട് കയറി. ഇത് നോർമൽ എക്കോ മോഡിലാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. നമുക്ക് സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പവർ കൂടും. പിന്നെ ഹൈ സ്പീഡിലൊക്കെ ഏത് വാഹനത്തിലും പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കയറ്റം കയറുമ്പോ അച്ഛനാണെങ്കിൽ എപ്പോഴും ഉള്ള സ്വഭാവമാണ് അച്ഛനെ കൈ വിടല്. കൈ ഒന്നും പിടിയല്ല അച്ഛൻ പോടുന്നു. ഇപ്പൊ എന്തിനാ കൈ വിട്ടത്? കൈ വിട്ടില്ല, രണ്ട് കൈ സ്റ്റിയറിംഗിൽ തന്നെ പിടിച്ചേക്കുക. പിന്നെ ജീപ്പിൽ പോകുമ്പോ ജീപ്പിൽ പോകുമ്പോഴും കൈ വിട്ടിയില്ല. എന്ന് പറഞ്ഞ അച്ഛൻ കൈ വിടും. ഇതല്ലേ പിള്ളേരൊക്കെ ഇവിടെ കളിക്കാനൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. യെസ്, ഹലോ. പിള്ളേരൊക്കെ കളിക്കുകയാണ്. വളരെ ഒരു ഈ റോഡ് കണ്ടില്ലേ, നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് കയറ്റാം. പക്ഷെ ഇത് കുഞ്ഞു റോഡാന്ന് വിചാരിക്കുന്ന വലിയ റോഡ്. ഇത് കുഞ്ഞു റോഡാണ്. കുഞ്ഞു റോഡാണെങ്കിൽ യെസ്, എന്നിട്ട് വളയ്ക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇവനെ ഓടിക്കാം. പക്ഷെ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. എപ്പോഴും ഒരു പുതിയ സൈക്കിൾ മേടിച്ചാതെ അവിടെ കൊണ്ടുപോയി കയറ്റിയിടും. യെസ്, അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടു പാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ന്യൂട്രലിലേക്ക് മാറ്റാം. രണ്ട് ഹാൻഡ് ബ്രേക്ക് ഇടാം. സിമ്പിൾ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിന്റെ റിവ്യൂ. എനിക്ക് തോന്നുന്നത് വളരെ വേഗത്തിൽ തന്നെ എനിക്ക് ഈ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു പറ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം ടു റീറ്റെയിൽ ഡാഡി. ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, തംസ് അപ്പ്, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു. ബൈ ബൈ.